വെൽക്കം ടു ഫോർസൈറ്റ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ. ത്രില്ലിങ്ങും സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്ത്രീ നിങ്ങളുടെ മുന്നിലെത്തി ഞാൻ സുന്ദരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സുന്ദരി അല്ല എന്നാണ് നിങ്ങൾ നൽകുന്ന ഉത്തരമെങ്കിൽ നിങ്ങളെ അവൾ അപ്പോൾ തന്നെ കൊല്ലും. ഇനി രക്ഷപ്പെടാനായി സുന്ദരിയാണ് എന്ന് പറഞ്ഞാലോ? അപ്പോഴും അവൾ നിങ്ങളെ വെറുതെ വിടില്ല. എന്താണെന്നല്ലേ പറയാം. കുച്ചിസാഗെ ഒന്ന എന്നാണ് ഈ സ്ത്രീയുടെ പേര്. 1970 കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ മനുഷ്യരെ ഉപദ്രവിക്കുകയും കൊല്ലുകയുമൊക്കെ ചെയ്ത് അവിടെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു ദുരാത്മാവാണ് കുച്ചിസാഗെ ഒന്ന. അവളുടെ വായ ചെവി മുതൽ ചെവി വരെ കീറിമുറിച്ച മുഖമാണ് അവൾക്ക്. അവളുടെ മുഖം ഒരു മാസ്ക് ഇട്ട് മറച്ചിട്ടുള്ള രൂപത്തിലാണ് നമുക്കവളെ കാണാനാവുക. നീളൻ കൈകളും വിളറി വെളുത്ത രൂപവും കറുത്ത മുടിയുമൊക്കെയായി അവളെത്തും. അവളുടെ മുന്നിലെത്തുന്നവരോട് അവൾ ഞാൻ സുന്ദരിയാണോ എന്ന് ചോദിക്കും. അല്ല എന്നാണ് അയാൾ ഉത്തരം പറയുന്നതെങ്കിൽ തൽക്ഷണം കുച്ചിസാഗെ അയാളെ കൊല്ലും. തൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള നീണ്ട കത്രിക പോലെയുള്ള ആയുധം കൊണ്ട് ഒരു ദയയുമില്ലാതെ വെട്ടിനുറുക്കി കഷണങ്ങളാക്കി തൻ്റെ ഇരയെ അവൾ കൊല്ലും. ഇനി ആരെങ്കിലും അവളുടെ ചോദ്യത്തിന് നീ സുന്ദരിയാണ് എന്ന് മറുപടി നൽകിയെന്ന് കരുതുക. അവൾ അവരെ വെറുതെ വിടുമോ? ഇല്ല. അവൾ തൻ്റെ മുഖത്ത് ധരിച്ചിരിക്കുന്ന മാസ്ക് ഊരിമാറ്റി ആ ചോദ്യം വീണ്ടും ആവർത്തിക്കും. ഞാൻ സുന്ദരിയാണോ? ഈ മുഖം കണ്ട് ആ ചോദ്യത്തിന് അയാൾ അല്ല എന്ന ഉത്തരം നൽകിയാൽ കുച്ചിസാഗെ അയാളെ ആ ഉത്തരം നൽകുന്ന നിമിഷം തന്നെ കൊല്ലും. ഇനി അവളുടെ യഥാർത്ഥ മുഖം കണ്ടിട്ടും അയാൾ അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞാലോ? അപ്പോൾ അവൾ തൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് അവളുടെ മുഖം പോലെ കുത്തിക്കീറി വിരൂപമാക്കും. ആ വലിയ മുറിവേറ്റായിരിക്കും അപ്പോൾ അവർ മരിക്കുക. ആരാണ് ഈ സ്ത്രീ? എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്? ജപ്പാൻകാർ പല കഥകളും കുച്ചിസാഗെയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 17 മുതൽ 19 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ കഥകൾ ജപ്പാനിൽ പ്രധാനമായും പ്രചാരത്തിലുണ്ടായിരുന്നത്. ജാപ്പനീസ് നാടോടി കഥകൾ പ്രകാരം കുച്ചിസാഗെ ഒന്ന ഒരു ജാപ്പനീസ് സമുറായിയുടെ ഭാര്യ ആയിരുന്നു. അതീവ സുന്ദരിയായിരുന്നു അവൾ. ആ സമുറായ് യുദ്ധത്തിനും പോരിനുമൊക്കെ പോയിരുന്നതിനാൽ തന്നെ മിക്ക സമയവും കുച്ചിസാഗെ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. അവൾ യുദ്ധത്തിനായി പോയ തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കേണ്ടതിനു പകരം പല പുരുഷന്മാരുമായും അവിഹിത ബന്ധം സ്ഥാപിച്ചു. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ സമുറായ് ഈ കാര്യം അറിഞ്ഞു. തൻ്റെ ഭാര്യയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചറിഞ്ഞ സമുറായ് ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ അവളുടെ വായുടെ ഇരുഭാഗവും ചെവികൾ വരെ നീളത്തിൽ കീറിമുറിച്ചു. തൻ്റെ വിരൂപമായ മുഖം കണ്ട് ഞെട്ടിപ്പോയ അവൾ സങ്കടം സഹിക്കാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ പറയുന്നത് അതീവ സുന്ദരിയായ കുച്ചിസാഗെയുടെ സൗന്ദര്യത്തിൽ അസൂയ പൂണ്ട ഒരു സ്ത്രീ അവളുടെ വായ കീറി അവളുടെ രൂപം വിരൂപമാക്കിയെന്നും അതിൽ വിഷമിച്ച് കുച്ചിസാഗെ ആത്മഹത്യ ചെയ്തു എന്നുമാണ്. ഇനി മൂന്നാമതൊരു കഥ പറയുന്നത് വായിൽ നിറയെ കൂർത്ത പല്ലുകളായിരുന്നു കുച്ചിസാഗെക്കെന്നും അത് ശരിയാക്കുന്നതിൻ്റെ ഭാഗമായി അവളുടെ മുഖം വികൃതമാക്കപ്പെട്ടു എന്നൊക്കെയുമാണ്. കഥകൾ ഏതായാലും മരണശേഷം അവൾ ഒരു ദുരാത്മാവായി തിരികെ എത്തി. തൻ്റെ സുന്ദരമുഖം വികൃതമാക്കപ്പെട്ടതിന് പ്രതികാരം ചെയ്യാനാണ് അവൾ എത്തിയത്. അതിനായി മുഖത്ത് മാസ്ക് വെച്ച് കയ്യിൽ വലിയ കത്രികയുമായി അവൾ ഇരകളെ തേടി ഇറങ്ങി. അവരോടെല്ലാം താൻ സുന്ദരിയാണോ എന്ന് ചോദിച്ച് ഉത്തരം ആണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും അവരെയെല്ലാം കൊല്ലാൻ തുടങ്ങി. 1970കളിലാണ് കുച്ചിസാഗെയുടെ ഉപദ്രവം തുടങ്ങുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആളുകൾ വായ്കീറിയും വെട്ടിനുറുക്കപ്പെട്ടും മരണപ്പെടാൻ തുടങ്ങി. പ്രധാനമായും കുട്ടികളായിരുന്നു ഇരകൾ. മറ്റാരെയും കൊലകൾക്ക് പിന്നിലുണ്ടെന്ന് കണ്ടെത്താനായില്ല. നിരവധി മരണങ്ങൾ ഇത്തരത്തിൽ നടന്നു. എല്ലാം ദുരൂഹത നിറഞ്ഞതും സാമ്യമുള്ളതുമായിരുന്നു. ആ സമയത്ത് 1979 ജാനുവരി 26 മാർച്ച് 23
ഏപ്രിൽ 5-നുമൊക്കെയുള്ള പത്രങ്ങളിലും മാഗസിനുകളിലും കുച്ചിസാഗിയെക്കുറിച്ചുള്ള കഥകൾ വരാൻ തുടങ്ങി. ഈ മരണങ്ങൾക്ക് പിന്നിൽ കുച്ചിസാഗിയാണെന്ന് ആളുകൾ വിശ്വസിച്ചു. ആളുകളുടെ ഭയം ഇരട്ടിച്ചു. അവർ പുറത്തുപോലും ഇറങ്ങാതെയായി. തുടർന്ന് കുട്ടികളെ സ്കൂളിലേക്കും തിരിച്ചുമൊക്കെ കൊണ്ടുവരാൻ മുതിർന്നവർ ഒപ്പം വേണമെന്ന് സ്കൂളുകൾ തീരുമാനിക്കുകയും അതനുസരിച്ച് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളോടൊപ്പം യാത്ര ചെയ്യാനും ആരംഭിച്ചു. കുച്ചിസാഗിയെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞ കഥകൾ പടരാൻ തുടങ്ങിയതോടെ കുച്ചിസാഗിയുടെ മുന്നിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. കുച്ചിസാഗിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ മാർഗങ്ങളിൽ പ്രധാനം കുച്ചിസാഗെ താൻ സുന്ദരിയാണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്ന് ഉത്തരം പറയാതെ ആവറേജ് അഥവാ തരക്കേടില്ല എന്ന് ഉത്തരം നൽകണമെന്നതായിരുന്നത്രേ. അങ്ങനെ ഒരു ഉത്തരം കേൾക്കുമ്പോൾ കുച്ചിസാഗെ ആശയക്കുഴപ്പത്തിലാവുമെന്നും അപ്പോൾ ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ഓടി രക്ഷപ്പെടണമെന്നും പറയുന്നു. ഇനി മറ്റൊരു വിദ്യ കുച്ചിസാഗിയുടെ മുൻപിലേക്ക് പണമോ മധുരമുള്ള മിഠായികളോ എറിഞ്ഞിടണമെന്നതാണ്. അതെടുക്കാനായി കുച്ചിസാഗിയുടെ ശ്രദ്ധ മാറുമ്പോൾ ഓടി രക്ഷപ്പെടാമത്രേ. മറ്റൊരു മാർഗമാണ് ഏറ്റവും എളുപ്പമായി എനിക്ക് തോന്നിയത്. കുച്ചിസാഗി വന്ന് താൻ സുന്ദരിയാണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ക്ഷമിക്കണം, തനിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞു ഓടണമത്രേ. അപ്പോൾ കുച്ചിസാഗെ തന്നെ വഴിയിൽ നിന്നും മാറിത്തരുമത്രേ. എന്താണെങ്കിലും ഈ മാർഗങ്ങളൊക്കെ ഓർത്തു വെച്ചോളൂ. എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് കുച്ചിസാഗി എത്തിയാൽ ഇതിലേതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം എന്ന് പ്രതീക്ഷിക്കുന്നു.